Hello. Gate number 2, big nursery. You will any plant purchase and seeds purchase, go gate number 2. It's a old age unit. Hey, hello, assalamualaikum, welcome back. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. 1 ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം പോയി കണ്ടു നോക്കുക. അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. മോർണിംഗ് ഒരു 8:30 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യലാണ്. പെട്ടെന്ന് പോയാൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ നമുക്ക് കിട്ടിയ റൂമും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് എന്നുള്ളത്. ഇതാ ഈ ഒരു അറഫ എന്ന് പറഞ്ഞാൽ അവിടെയാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും ഈ ബാംഗ്ലൂർ റൂട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് ലാൽബാഗ് ഗാർഡനില്ലേ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നല്ല വെയിലാണ്. ഏകദേശം ഒരു ഉച്ചേൻ്റെ അടുത്ത് ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മളെന്താ ചെയ്യാതെ വിചാരിച്ചു ഇതിൻ്റെ ചുവട്ടിൽ തണലുള്ള ആ ഒരു ഏരിയ ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. നമ്മൾ എത്തിയ ടൈം ഏകദേശം ഒരു ഉച്ചൻ്റെ ആ ഒരു ടൈമാണ്. അപ്പോൾ നല്ല വെയിലും ചൂടും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കല. സംഭവം ഒരു ഈവനിങ് ടൈമാണ് ഇവിടെ വരണ്ടേ. കുറച്ച് അത്യാവശ്യം കാണാനെല്ലാം ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയും നല്ലൊരു ഏരിയ ആണ്. പക്ഷേ ഈ ഉച്ച ടൈമായതുകൊണ്ട് നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉമ്മയും പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വരണ്ടേനു, നല്ല വെയിലല്ലേ, നടക്കാൻ പറ്റൂല, നമുക്ക് തിരിച്ച് പോകാമെന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ പുറത്ത് എവിടെയെങ്കിലും പോയി കാണാമെന്നെല്ലാം പറഞ്ഞ് പിന്നെ എന്തെങ്കിലും കയറിയ സ്ഥിതിക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് മാങ്ങ വാങ്ങിയിട്ടാണ്. മാങ്ങയുണ്ട്, പിന്നെ കുക്കുമ്പറില്ലേ, കക്കരി, അതും വാങ്ങിയിട്ടുണ്ട്. മുളകെല്ലാം ആക്കിയിട്ട് മസാല ആക്കിയിട്ട് തരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടോക്ക് പറ, ഇത് പറ. ലാൽബാഗാണ് ഇത്, ബോട്ടണിക്കൽ ഗാർഡൻ എന്നെല്ലാം മറ്റു പറ. ഇതാണ് ബാംഗ്ലൂര്. ബാക്കിലുള്ളത് തുള്ളച്ചിപ്പാറ എന്ന് പറ. അതാ അതിൻ്റെ ബാക്കിലുള്ളതാണ്, ഇതാണ് തുള്ളച്ചിപ്പാറ. അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരു കാർ വേണ്ടത്. സൂവിലെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെ നമുക്ക് ഫുള്ളും കാണിച്ച് കവർ ചെയ്തിരുന്ന ആ ഒരു വണ്ടി ഉണ്ടാവില്ലേ, അത് കണ്ടത്. അത് ഒന്നെടുത്താലോ എന്നിങ്ങനെ പറയലേനു. അതൊന്നും എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ 40 മിനിറ്റ് ഒരാൾക്ക് 100 രൂപ അവർ ചാർജ് ചെയ്യുന്നത്.
ഏതായാലും അത് എടുക്കാന്നുള്ള രീതിയിൽ അല്ലാതെ നമുക്കിത് ഫുള്ളായിട്ട് നടന്ന് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. ഈവനിങ് ആണെങ്കിൽ പിന്നെ ഓക്കെയാണ്, പക്ഷെ നല്ല ചൂടും വെയിലും ആ ഉള്ളൊരു ടൈമിൽ എന്തായാലും പറ്റൂല കേട്ടോ. ഇതിൽ കയറിയാലോ നല്ല അടിപൊളിയാണ്, നമുക്ക് ചൂടൊന്നും ഫീൽ ചെയ്യുന്നേ ഇല്ല, നല്ല അടിപൊളിയാണ്. എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി തരും നമുക്ക്. Only 40 acres private park, starting created by only Rose Garden. You know, Lal means is a Hindi word. Lal means is a red and Bagh means it's a park. So its name it's Lal Bagh. And then after British time, British people, Jan Cameron, that person, this park built by 144 acres. And it's a 40 minutes old round and 2 places will be stopped. Lake in Glasgow, 5 minutes break. You can get down, click pictures, okay? ಸರ್ ಇದು ಲಾಲ್ಬಾಗ್ ಟೋಟಲ್ 240 ಎಕರೆ ಇದೆ. ಇದರಲ್ಲಿ 4 ಗೇಟ್ ಇದೆ, 2 ಸ್ಟಾಪ್ ಕೊಡ್ತೀವಿ. ಲೇಕ್ ಹತ್ರ ಮತ್ತೆ ಗ್ಲಾಸ್ ಹೌಸ್ ಹತ್ರ 5 ನಿಮಿಷ. ಟೋಟಲ್ ರೈಡು ನಿಮಗೆ 40 ನಿಮಿಷ ಇರುತ್ತೆ ಸರ್. ಓಕೆ, ಎವ್ರಿ ಒನ್ ಸಿ ರೈಟ್ ಸೈಡ್ ಲಾಲ್ಬಾಗ್ ಸ್ಟಾರ್ಟಿಂಗ್ ಶ್ರೀರಂಗಪಟ್ಟಣಂ ಸ್ಟಿಲ್ ನೌ 134 ಕಿಲೋಮೀಟರ್ ಪಿಜನ್ಸ್ ಕ್ಯಾರಿ ದಿ ಮೆಸೇಜಸ್ ದಟ್ ಟೈಮ್. ಅವ್ರದ್ದು ಆಪೋಸಿಟ್ ಸೀಟ್, ಲೆಫ್ಟ್ ಓಡನೆ ರೈಟ್ ನೋಕ ಸರ್, ರೈಟ್ ಓಡನೆ ಲೆಫ್ಟ್ ನೋಕ. ಓಕೆ, and okay everyone see left side, it's all palm oil, totally 10-15 varieties palm trees. It's a different one, Bismarckia palm. ಕನ್ನಡದಲ್ಲಿ ಇದನ್ನ ತಾಳೆ ಮರ ಅಂತ ಕರೀತಾರೆ. ಇದರಲ್ಲೇನೆ ಪಾಮ್ ಆಯಿಲ್ ಎಣ್ಣೆನ ತೆಗೆಯೋದು. Made by these fruits oil, palm oil seeds and fruits, black color. ಇದರಲ್ಲೇನೆ ಪಾಮ್ ಆಯಿಲ್ ಎಣ್ಣೆನ ತೆಗೆಯೋದು ಸರ್. ತಾಳೆ ಮರ ಅಂತ ಕರೀತಾರೆ ಕನ್ನಡದಲ್ಲಿ. It's a white silk cotton trees, more than 100 years old cotton trees. This cotton used only for pillows, bed, bedsheets only. ये कॉटन को बेड एंड पिलो यूज करने के लिए यूज करेंगे. ग्लास हाउस, शीश महल, January 26th or August 15th. That time will be very big flower show inside. 10 days. January 10 days flower show and August 10-day flower show inside. It's a British time glass house built by British people. December 16, 1889 this glass house inauguration. Same glass house is England, Crystal Palace. Same glass house is there. Same built by boat time. Normally you have 5 minutes break. You can get down, click picture and come back. Okay? Sorry, do break. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ, അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് തരുന്നുണ്ട്, നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനെ അതിനെല്ലാം വേണ്ടിയിട്ട്. വണ്ടി ഓടിക്കുന്ന ആക്ഷൻ ഒന്ന് കാണിക്കുക. ഒന്ന് ആക്ഷൻ കാണിക്കുന്ന നേരത്തെ കാണിച്ചത്. Behind white one, Indian bamboo. ಮುಳ್ಳಿಲ್ಲದ ಮೊಳ ಜಪಾನ್, ಮುಳ್ಳಿರೋ ಮೊಳ ಇಂಡಿಯನ್. ಡಿಫ್ರೆನ್ಸ್ ಸರ್, ಮುಳ್ಳಿರೋದು ಜಪಾನ್, ಮುಳ್ಳಿಲ್ಲದಿರೋದು ಜಪಾನ್, ಮುಳ್ಳಿರೋದು ಇಂಡಿಯನ್. ಅರಿಜೋನ್ ಸೈಪ್ರಸ್, ಡಿಫ್ರೆಂಟ್ ಟೈಪ್ ಆಫ್ ಸೈಪ್ರಸ್ ಟ್ರೀಸ್. ದಿ ಸೈಪ್ರಸ್ ಲೀವ್ಸ್ ಯೂಸ್ ಮೇಕ್ ಎ ಪೇಪರ್ಸ್. ಇದ್ರ ಎಲೆಯಿಂದ ಪೇಪರ್ ಅನ್ನು ಸಹ ಮಾಡೋದಕ್ಕೆ ಯೂಸ್ ಮಾಡ್ತಾರೆ. ಇದೆಲ್ಲ ಸೈಪ್ರಸ್ ಜಾತಿಗೆ ಸೇರಿದಂತ ಮರಗಳು. ಓಕೆ ಓಕೆ. Nursery means plant purchasing area. It's a oldest one. New one, gate number 2, big nursery. You will any plant purchase and seeds purchase, go gate number 2. It's a oldest, you know, public not entry this place. Oldest nurseries in Lal Bagh, left and right side, both sides. Stand parade practice place. ಪೊಲೀಸವರು ಇಲ್ಲಿ ಶನಿವಾರ ಭಾನುವಾರ ಬೆಳಗ್ಗೆ 6ರಿಂದ 8 ಗಂಟೆವರೆಗೂ ಬಂದು ಪ್ರಾಕ್ಟೀಸ್ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಪರೇಡ್ ಪ್ರಾಕ್ಟೀಸ್ ಪ್ಲೇಸ್. ಇಟ್ಸ್ ಲುಕ್ ಲೈಕ್ ಅ ಬಾಟಲ್ ಕ್ಲೀನಿಂಗ್ ಬ್ರಷ್, ಬಾಟಲ್ ಬ್ರಷ್. ಇದು ನೋಡೋದಕ್ಕೆ ಬಾಟಲ್ ಕ್ಲೀನ್ ಮಾಡೋ ಬ್ರಷ್ ತರ ಇರುತ್ತೆ, ಅದಕ್ಕೆ ಇದನ್ನ ಬಾಟಲ್ ಬ್ರಷ್ ಅಂತ ಕರೀತಾರೆ. MH ಮರಿಗೌಡ ರೋಸ್ ಗಾರ್ಡನ್, ದಟ್ ಪ್ಲೇಸ್ ಆಲ್ ಆರ್ಸ್ ಕಲರ್ಸ್ ರೋಸಸ್ ಇನ್ಸೈಡ್, ಬಟ್ ಇಟ್ಸ್ ನಾಟ್ ಎ ಗುಡ್ ಸೀಸನ್. ಇಟ್ಸ್ ಬೆಟರ್ ಸೀಸನ್ January, August and November. Yearly 3 times season. It's a summer time, you know. It's all are dry now. ಇವಾಗ ಬೇಸಿಗೆಗಾಲ. Afternoon, evening time.
4 to 4:30, 5 to 5:30. എങ്ങനെയുണ്ട്? ഗുഡ് പറ, എങ്ങനെയുണ്ട് വണ്ടി റൈഡ്? നിൽക്കുന്നുണ്ട് മാംഗോ ഉമ്മാക്കും വേണം. മാസം മാംഗോ 4 അല്ല. And okay, everyone see left side, it's a topiary garden, small tree shape cutting. That one plant shape cutting, it's a tree shape cutting. ಅದು ಗಿಡದಲ್ಲಿ ಇದು ಮರದಲ್ಲಿ ಶೇಪ್ ಕಟ್ ಮಾಡಿದ್ದಾರೆ ನೋಡಿ. And okay, everyone see right side, small cutting tree, front one, the tree name is tree fossil. 20 million years old tree, become like a fossil stone. ಆ ಮರ ಕಲ್ಲಾಗ್ಬಿಟ್ಟಿದೆ ಸುಮಾರು 20 ಮಿಲಿಯನ್ ಅಂದರೆ 20 ಮಿಲಿಯನ್ ವರ್ಷ ಹಳೆ ಮರ ಕಲ್ಲಾಗ್ಬಿಟ್ಟಿದೆ ಸರ್. ಅದು 2 ಕೋಟಿ. ಸಿ ರೈಟ್ ಸೈಡ್ ಟಾಪ್ ಅಪ್, ಇಟ್ಸ್ ಲುಕ್ ಲೈಕ್ ಎ ಎಲಿಫೆಂಟ್ ಫೇಸ್. ಆನೆ ಆಡೋ ತುಂಬಿಗೈ, ആന ತರ ಇದೆ ನೋಡಿ. പിന്നെ ഈ ഒരു മരത്തിൽ ആനയുടെ ഫേസിലെ തുമ്പിക്കയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് അവർ പറയുന്നുള്ളത് അവർ കട്ട് ചെയ്തതൊന്നല്ല, അതങ്ങനെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ വന്നതാണ്. പിന്നെ ഈ ഒരു തത്തമ്മൻ്റെ ആ ഒരു ഫേസില്ലേ അതും ഉണ്ട്. അങ്ങനെ 1-2 എണ്ണെല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അതെല്ലാം കാണാൻ നല്ല ഉണ്ടേനു. And okay, everyone see right side, it's a tamarind tree, Imlika pede, ಹುಣಸೆಹಣ್ಣಿನ ಮರ, ವಾಳಂಪುಳಿ. വാളപ്പൊടിയാ. 160 years old, lot of beer of honeybees are there. See top of ತೇನಿಚು ಗೂಡ್ ಮೇಲ್ಗಡೆ ನೋಡಿ ಎಷ್ಟೊಂದು ಜೇನು ಗೂಡು ಕಟ್ಟಿದೆ. ഇഷ്ടംപോലെ ഉണ്ട്. And okay, demo how to save rainwater, it's a demo. Save water, shapes cutting 4, totally 4 gates available this park. Total ಲಾಲ್ಬಾಗ್ ಗೆ 4 ಗೇಟ್ ಇದೆ. And see left side small statue, it's a Dr. M.H. Marigowda, director of horticulture, Lalbagh first director, 32 years service in this Lalbagh. This Lalbagh entire full designing this person. You know Rose Garden creating this person. This park opening by Tipu Sultan father Hyder Ali creating this park, but implementing, designing, all are see this person, Dr. M.H. Marigowda, father of horticulture. ತೋಟಗಾರಿಕೆ ಇಲಾಖೆ ಪಿತಾಮಹ ಅಂತಾನೂ ಕರೀತಾರೆ. 32 ವರ್ಷ ಸರ್ವಿಸ್ ಮಾಡಿದ್ದಾರೆ. ಲಾಲ್ಬಾಗಲ್ಲಿ ಎಲ್ಲ ಡಿಸೈನ್ ಅವರೇ ಮಾಡಿರೋದು. ಅದಕ್ಕೆ ಅವ್ರ ಸ್ಟ್ಯಾಚ್ಯೂನ ಮೇನ್ ಗೇಟ್ ಹತ್ರ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ. ಕ್ಲಾಕ್, ಫ್ಲವರ್ ಕ್ಲಾಕ್, HMT ಕ್ಲಾಕ್. HMT means Hindustan Machine Tools. HMT company opening time, that clock donate Mysore King Jai Chamarajendra Odiyar. Clock is still working. See, you can get down, click picture and come. Still working, perfect timings. സമയത്ത് 1:20 സമയം കറക്റ്റാ. And behind statue Maharaj. Okay, view of Lalbagh, top view of Lalbagh sketch map. ಮೇಲ್ಗಡೆ ಲೈಬ್ರರಿ, ತೋಟಗಾರಿಕೆ ಇಲಾಖೆ ಗ್ರಂಥಾಲಯ. And another one director guest house, at present director agriculture, Lalbagh head office. All over Karnataka horticulture department head office. It's also built on British time. This one glass house, both are built by British time, 1889. ಇದನ್ನೆಲ್ಲ ಬ್ರಿಟಿಷ್ ಅವರೇ ಕಟ್ಟಿರೋದು, ಅವ್ರ ಕಾಲದಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡಿರೋಂಥದ್ದು 1889ರಲ್ಲಿ. ಇಲ್ಲೆಲ್ಲ ಸ್ಕಿನ್ ನೋಡೋದಕ್ಕೆ ಆನೆ ಚರ್ಮ ತರ ಇದೆ, ಬಿಳಿ ಬೂರುಗದತ್ತಿ ಮರ. The wrinkles, cutting, it's all are look like a elephant skin feel. Oldest tree shape cutting, all are animal is one tree. Monkey, lion, squirrel, eagle, ox, owl, every animal shape cutting in one tree. It's a Lalbagh oldest tree shape cutting. Nilgiri tree shape cutting. Left and right side full shape cutting trees. It's all elephant, snake shape cutting. Left side Namaste, right side peacock, Ashoka pillar and eagle. It's all are Lalbagh oldest tree shape cutting. ಇದೆಲ್ಲ ಲಾಲ್ಬಾಗ್ ಅಲ್ಲಿ ಬಿದೋಗಿರೋಂಥ ಮರದಲ್ಲಿ ಶೇಪ್ ಕಟ್ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ, ವೇಸ್ಟ್ ಮಾಡಬಾರ್ದು ಅಂತ ಹೇಳಿ. And okay, see right side, it's a last point of Lalbagh, Kempegowda watching tower.
It's a 3000 million years old single rock. You can go watch of Bangalore, UB City, Vidhan Sauda, all are see top view. It is your last stop, end of the ride, finish. അതങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് അവർ എക്സ്ട്രാ പൈസ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞിട്ടില്ലേനു. ഏതായാലും നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ. പിന്നെ നിങ്ങൾക്കിത് കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ എല്ലാ കാര്യവും ഇതിൽ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു കൂടുതൽ മനസ്സിലാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. पूरा लेके आओ ना, पूरा लेके आओ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. നമുക്ക് ഇനി കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ അവിടെയൊന്നും നല്ല ഹോട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ജ്യൂസ് ഞങ്ങൾ പാർസലാക്കിയിട്ട് അങ്ങ് എടുക്കുന്നുണ്ട്, കാറിന് കുടിക്കാന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ പോകുന്നത് എയർപോർട്ട് കാണാനാണ്. ഈ പോകുന്ന വഴിയില്ലേ, ഈ റോഡ് കറക്റ്റ് ദുബായ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ചയും എല്ലാം നല്ല അടിപൊളിയാണ്. ചൂടുണ്ടെങ്കിലും ഇല്ലേ, നമ്മൾ നല്ലപോലെ അങ്ങ് ചൂട് ഏൽക്കുന്നില്ല. ഇപ്പോൾ നാട്ടിലല്ലോ നമ്മൾ കുറച്ച് നടക്കുമ്പോഴേക്ക് വെയിൽ, ടൗണിലെല്ലാം പോയി വരുമ്പോൾ ടയേർഡാകുന്നില്ലേ, അവിടെ നിന്ന് അങ്ങനെ ടയേർഡാകുന്നില്ല കേട്ടോ. ആ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ട് കണ്ട് നമ്മൾ തിരിച്ചു പോക്കാന്നേ. എയർപോർട്ട് കാണാതെ പോയാൽ അതൊരു നഷ്ടമാണ് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. ഫുൾ ഫ്ലവറെല്ലാം ആയിട്ട് നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ ടെർമിനൽ 1, 2, 3 എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് വെയിൽ തെറ്റിയിട്ടുണ്ട്. അത്രയ്ക്കും എന്താ പറയുക, ഒരു വലിയ എയർപോർട്ടാണ്. പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വേറെ എവിടേക്കും പോകുന്നില്ല. പെട്ടെന്ന് തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നന്ദി ഹിൽസിലേക്കൊന്നും പോകണം. അപ്പോൾ രാവിലെ പോകുന്നതുകൊണ്ട് ഇന്ന് രാത്രിക്ക് പെട്ടെന്ന് റൂം എടുത്തിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യാം. അപ്പോൾ നന്ദി ഹിൽസിൻ്റെ അടുത്തായിട്ട് റൂം എടുത്താൽ നമുക്ക് രാവിലെ മോർണിങ്ങിന് പോകാമല്ലോ പെട്ടെന്ന്. അങ്ങനെ ആ ഒരു റൂട്ടിൽ പോയരാന്നേ ഈ ഒരു കാർ റേസില്ലേ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് റൈഡിന് പോകാമെന്ന്.
ഫസ്റ്റ് തന്നെ ഋഷി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബ്രദറും വൈഫും റുഫൈസും ഉച്ചയും കൂടിയിട്ട് അവർ ഡബിളായിട്ടുള്ളത് എടുത്തിട്ട് അങ്ങനെ പോക്കാന്നേ. പിന്നെ അടുത്ത ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷേ പേടിക്കാൻ മാത്രമൊന്നുമില്ല, നല്ലതാന്നേ. പിന്നെ എന്താ സംഭവം വെച്ചാൽ നമ്മൾ കൂടുതൽ റേസ് ആകുമ്പോൾ ആക്സിലേറ്റർ കൂട്ടുമ്പോൾ ഈ ഹെൽമെറ്റും കൂടി ഇട്ടോണ്ടില്ലേ നല്ലോണം എന്താ ഈ ഒരു വിറയൽ വരില്ലേ, ഒരു ഷെയ്ക്കാവുന്ന പോലെ അങ്ങനെ നല്ലോണം ഉണ്ട്. തലവേദന എടുക്കും നമുക്ക്, കൂടുതൽ സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് നല്ലപോലെ തലവേദന എടുക്കും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ സ്പെക്സ് വെക്കുന്നത് തലവേദന കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാമതേ ഇടയ്ക്കിടെ ഇങ്ങനെ തലവേദന വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ടൈമിൽ ഇത് കൂടി ചെയ്യുമ്പോൾ നല്ല തലവേദന എടുക്കും കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം മാത്രം ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയാണ്. എനിക്ക് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് കയറുമ്പോൾ, ഇതെങ്ങനെ നമ്മൾ വളച്ചാൽ വളയുമോ ഉള്ളതെല്ലാം. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും റൂമിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കുറച്ച് റൂംസുകളും എല്ലാം കയറി നോക്കി. അങ്ങനെ നമ്മൾ റിസോർട്ട് റിസോർട്ടിൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു നമുക്ക് നഷ്ടമാണ്. കാര്യം ഇപ്പം സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഫൈനലായിട്ടൊരു റൂം സെറ്റായിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ ഒന്ന് ബാഗെല്ലാം വെച്ച് ഫ്രഷായിട്ട് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു റെസ്റ്റോറൻറ്റില്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുള്ളും പച്ചപ്പുല്ല് പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ട്. ഫുള്ളും നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഇനി ആ ഒരു നമ്മൾ പുറത്തായിരുന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയാണെങ്കിൽ അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു മലേൻ്റെ മേലയിലല്ല ഉള്ളത്, അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഞാൻ പാസ്ത പറഞ്ഞ്, പിന്നെ അൽഫാം ഉണ്ടേനു, പിന്നെ നാൻ റൊട്ടി, അങ്ങനെ പിന്നെ നൂഡിൽസ്, അങ്ങനെയെല്ലാമായിട്ട് ഓർഡർ ചെയ്തിട്ട് നമ്മൾ മിക്സാക്കി കഴിച്ച്. കണ്ട ഇതിൻ്റെ ഉൾഭാഗം ഒരു AC, സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ AC ഇല്ല. അതിൻ്റെ ആ ഒരു തണുപ്പ് തന്നെയാണ് കേട്ടോ. വലിയ തണുപ്പല്ല, എന്നാൽ ചൂടൊന്നും ഇല്ലാത്ത ഒരു നല്ല കാലാവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനെയാണോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 3 ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.